അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് ലഡു ആണ്. ലഡു നമ്മൾ ഫസ്റ്റ് ടൈമായി ട്രൈ ചെയ്ത് നോക്കണത്. അപ്പൊ നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അധികം ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യമൊന്നുമില്ല. കടലമാവും പഞ്ചസാരയും പിന്നെ കശുവണ്ടി മുന്തിരി അങ്ങനത്തെയൊക്കെ ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് സക്സസ് ആവോ ഇല്ലയോന്നൊന്നും എനിക്കറിയത്തില്ല. സക്സസ് ആയില്ലെങ്കിൽ ഈ വീഡിയോ വരത്തില്ല, സക്സസ് ആയാൽ മാത്രമേ എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ആവുന്നത്. പിന്നെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിനോയ്ക്ക് ലഡു എന്ന് പറഞ്ഞ ജീവനാണ്. അവൾക്ക് എത്ര ലഡു കിട്ടിയാലും അവള് കഴിച്ചോളും. അപ്പൊ ഞാൻ ഹോസ്റ്റലിൽ ബിനോയോട് പറഞ്ഞിട്ട് ഞാൻ നാട്ടിൽ പോകുമ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളിയാണേ ഞാൻ കൊണ്ടുവന്ന് തരാം, ഇല്ലേ നമുക്ക് ജസ്റ്റ് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഞാൻ ഇപ്പം 1 കപ്പ് കടലമാവിനാണ് ഉണ്ടാക്കി നോക്കണം. സക്സസ് ആയാൽ മാത്രം ഉണ്ടാക്കിയപ്പോൾ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അപ്പൊ നമുക്കിന്ന് ട്രൈ ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മളത് 1 ബൗൾ കടലമാവ് എടുത്തിട്ട്, നമ്മൾ കടയിലെ കടലമാവാണ് വാങ്ങണമെങ്കിൽ നമ്മൾ അരിച്ചെടുക്കണം. അപ്പൊ ഞാൻ ഇത് അരിച്ച് വെച്ചേക്കും റെഡിയാക്കാൻ വേണ്ടി. ഇനി അതിൻ്റെ ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. അപ്പൊ നമ്മളിത് ഉപ്പിട്ട് കടലമാവിൽ കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പം വേണം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഉപ്പും കടലമാവും നല്ല മിക്സ് ചെയ്തെടുത്ത്, കടലമാവ് പ്രത്യേകം ശ്രദ്ധിക്കണം. കടയിലത്തെ കടലമാവ് ആണെങ്കിൽ ശരിക്കും അരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ അതിൻ്റെ കട്ടിയായിട്ടിരിക്കും. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ദോശമാവിൻ്റെ രീതിയിലൊന്ന് ലൂസാക്കി. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് ഒഴിക്കണം. അധികം കൂടി പോകാനും പാടില്ല, അധികം കുറഞ്ഞു പോകാനും പാടില്ല. അപ്പം പതിയെ ഇളക്കി നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതായത് നമ്മുടെ വെള്ളം ഒഴിച്ച് നമുക്ക് ഇങ്ങനത്തെ ഒരു ടെക്സ്ചർ ആണ് കിട്ടിയത്. നമുക്ക് അധികം കട്ടിയും വേണ്ട, അത് കറക്റ്റ് ദോശമാവിൻ്റെ ആ ഒരു അളവിൽ വെള്ളം ഒഴിച്ച് നമ്മൾ വെക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് നമ്മളൊരു പാൻ എടുത്ത് അതിൻ്റെ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് വറുക്കാൻ വേണ്ടിയുള്ള ഒരു എണ്ണ ഒഴിച്ച് വെച്ച്, എണ്ണ ചൂടായെന്നറിയാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ആ മാവ് ഇട്ട് കൊടുക്കുക. മാവ് ഇട്ട് ഉടനെ തന്നെ അത് പൊന്തി വരികയാണെങ്കിൽ എണ്ണ ചൂടായെന്ന് അർത്ഥം. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇതേപോലെ ഒരു ഊട്ടയുള്ള കയ്യിൽ എടുത്തിട്ട് നമ്മൾ ആ മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത്, അപ്പം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ ഒഴിച്ചു കൊടുക്കുമ്പോൾ പിന്നെ ചുറ്റിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടി കൂട്ടി പിടിക്കും. അങ്ങനെ നമ്മുടെ മാവെല്ലാം നമ്മളതേ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പണിയിലേക്ക്. അത് കഴിഞ്ഞിട്ട് അടുത്തായിട്ട് നമ്മൾ ചെയ്തൊരു പാനിലേക്ക് നമ്മൾ 1 കപ്പ് പഞ്ചസാര, കാരണം നമ്മൾ 1 കപ്പ് കടലമാവ് എടുത്തത്, അത് കാരണം നമ്മൾ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ആ പഞ്ചസാര നല്ലോണം നമ്മൾ ചൂടാക്കിയെടുത്ത്, പിന്നെ നമ്മൾ എന്ത് ചെയ്ത് അതേപോലെ തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ പഞ്ചസാരയിലേക്ക്. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ പഞ്ചസാര നല്ലോണം മിക്സ് ആവണവരെ നമ്മളത് നല്ലോണം ചൂടാക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഇത് എന്ത് ചെയ്യും, ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ പയ്യെ അതൊന്ന് ഫ്ലെയിം കുറച്ച് വെക്കണം. അങ്ങനെ പിന്നെ അതേ തിളച്ച് വന്ന പഞ്ചസാര പാനിയിലേക്ക് നമ്മൾ വറുത്ത് വെച്ചത് നമ്മൾ എന്തെങ്കിലും മിക്സ് ചെയ്ത് കൊടുത്ത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ പഞ്ചസാര പാനി അധികം തിളച്ച് പോകാതെ നോക്കണം. പിന്നെ ഉള്ളത് കാര്യം, നമ്മളിത് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി. 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 1 സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നല്ലോണം മിക്സ് ചെയ്ത്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കറുത്ത മുന്തിരി ഉണ്ടായി, അപ്പം നമ്മളത് മിക്സ് ചെയ്ത് കൊടുത്ത്, ഇത് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് മാത്രം ഉപയോഗിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് 10 മിനിറ്റ് വന്ന് നോക്കിയപ്പോഴത്തേക്ക് പഞ്ചസാര പാനി നമ്മളിലേക്ക് നല്ലോണം മിക്സായി നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഇത് എന്നിട്ട് നമ്മൾ ചെറു ചൂടോടെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കണേ, അല്ലെ ഇത് കട്ടിയായി പോകും, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മുടെ ലഡു എല്ലാം നമ്മൾ ഉണ്ടയാക്കി റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഒന്നല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ, അല്ലെങ്കിൽ 2-3 മണിക്കൂർ അത് റെഡിയാൻ വേണ്ടി വെക്കണം. അപ്പം ഇതിൻ്റെ റിവ്യൂ നമുക്ക് നാളെ കാണാം. അങ്ങനെ നമ്മൾ പറഞ്ഞതുപോലെ ലഡു നമ്മുടെ ബിനോയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.